പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഗാംഗുലി ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റിലാണോ അതോ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയുന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പൈസയെ കാണുന്നത് ഒരു ടൂളായിട്ടാണ്. പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മാത്സ് അല്ല ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് വന്നപ്പോൾ കണ്ടത്. ഞാൻ കുറച്ചുകൂടെ എന്തോ ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാൻ മാത്സിനെ കണ്ടുകൊണ്ടിരുന്നത്. കറക്റ്റ് പറഞ്ഞാൽ 2014 CA ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതാൻ തുടങ്ങി. എഴുതും തോക്കും. ഈ ഒരു എക്സാം എന്നുള്ളൊരു ഒറ്റ പോയിന്റിന് ചുറ്റും ഞാനിങ്ങനെ എൻ്റെ ലൈഫ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അംബാനിയുടെ കാര്യം പറഞ്ഞായിരുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ട ഒരു കാര്യമാണ്, ഒരു എത്രയോ നാളത്തേക്ക് നീണ്ടു നിന്ന കല്യാണമാണ് നടത്തിയത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ടാക്സ് പ്ലാനിങ് നടന്നിട്ടുണ്ടോ? ഗിഫ്റ്റുകൾ ഉൾപ്പെടെ 100 കോടിക്ക് ലൈക്ക് ഹെലികോപ്റ്റേഴ്സ് അങ്ങനെ പല പ്രമുഖ ആൾക്കാരും പല രീതിയിലാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ അവിടെ ഒരു ടാക്സിൻ്റെ കളികൾ നടന്നിട്ടുണ്ടോ? സച്ചിൻ്റെ ഒരു വീഡിയോ ആണ്, കുറച്ച് എനിക്കൊന്ന് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ അതിൽ കുറച്ച് കമൻസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വളരെ നെഗറ്റീവായിട്ട് തെറ്റായ ധാരണ നിങ്ങൾ പരത്തുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരം കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ എനിക്ക് പറയാനുള്ളത്, പർപ്പല വെൽത്തിൻ്റെ CFOയും ടാക്സ് അഡ്വൈസറി ഹെഡുമായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് സജിൻ എസ് രാജ്. സജിൻ്റെ ഒരു എക്സ്പെർട്ടൈസേഷൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു തുടങ്ങുമോ? പ്രൊഫഷണലി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. പിന്നെ ആക്സിഡൻ്റലി ബിസിനസ്സിലേക്ക് വന്ന ഒരാളാണ്. ബേസിക്കലി ഇത്രയാണ് എന്നെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സ്പെഷ്യലി ഇപ്പം ഹെഡ് ഓഫ് ടാക്സ് ആൻഡ് ബിസിനസ് അഡ്വൈസറിയാണ്. അതിൻ്റെ എന്തൊക്കെയാണ് സജിൻ്റെ കീഴിൽ ചെയ്യുന്നത് ഓഡിയൻസിനെ അറിയാൻ വേണ്ടി? ബേസിക്കലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെയും പ്രൊഫഷൻ്റെയും ഇൻഡിവിജ്വൽസിൻ്റെയും ടാക്സ് പ്ലാനിങ്ങും അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസറി, പിന്നെ എന്തെങ്കിലും നോട്ടീസോ ക്വറീസോ വരുവാണെങ്കിൽ അതിനുള്ള റെസ്പോൺസ്, അങ്ങനെ അതൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ പൈസയെ പറ്റിയുള്ള ചിന്ത എന്താണ്? പൈസയെപ്പറ്റി ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ പൈസയെ കാണുന്നത് ഒരു ടൂളായിട്ടാണ്. അതായത് നമ്മുടെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ഓപ്ഷൻസ് കിട്ടുന്ന അതിലേക്ക് എത്തിക്കുന്ന ഒരു ടൂളാണ് പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗോൾ എന്നുള്ളതിനേക്കാളും ഞാൻ പൈസയെ കാണുന്നതൊരു ടൂൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ പൈസ നമുക്കൊരു ഇൻഡിപെൻഡൻസ് കൊണ്ടുതരുന്ന ഒരു ടൂളായിട്ടാണ് സജിൻ കാണുന്നത് പൈസ. അതുപോലെ തന്നെ ഇപ്പം പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഗാംഗുലി ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റിലാണോ അതോ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയുന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പൈസയ്ക്കൊരു യൂസും ഇല്ല, നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് പൈസയ്ക്ക് യൂസ് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫ്ലോ ആണ്. അതൊരു വരുന്നു പോകുന്നു, അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഈ ഒരു CA ജേണിയിലോട്ടുള്ള, അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഇന്ത്യയിലെ ടഫസ്റ്റ് പ്രൊഫഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സാവാൻ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിനോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ? അങ്ങനെ ഞാനങ്ങനെ ഒരു പറയാനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് പാസ്സായ ഒരാളാണ്. അപ്പോൾ അല്ല, സ്ട്രഗിൾ ചെയ്തവർക്കാണല്ലോ അത് പറയാനുള്ള ഇതുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ ജസ്റ്റ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് എന്ന് പറയാനേ ഉള്ളൂ. അത് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ കൂടുതൽ മെമ്മറി ടെസ്റ്റ് ആണോ അതോ ലോജിക്കൽ ടെസ്റ്റ് ആണോ, എങ്ങനെയാണ് അത് പോകുന്നത്? കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു 60-70% തിയറിറ്റിക്കലായിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അതെ, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അക്കാഡമിക് ലെവലിൽ നിൽക്കുമ്പോൾ ഇത് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളതൊരു മെമ്മറി ടെസ്റ്റ് അല്ലെങ്കിൽ കൂടുതലും നമ്മളൊരു തിയററ്റിക്കലായിട്ട് ഉള്ളൊരു ഫ്രെയിം വർക്കാണ് ഇതിന് വേണ്ടി വരുന്നത്. പക്ഷേ വൺസ് നമ്മൾ അത് കഴിഞ്ഞ് നമ്മളൊരു പ്രാക്ടിക്കൽ സിനാറിയോയിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും പിന്നെ അവിടെ മെമ്മറി ടെസ്റ്റ് ആ ഒരു ഇതല്ല. നമ്മുടെ
നോളജ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് പക്ഷേ പ്രൊഫഷണൽ ആയതിനു ശേഷം പ്രൊഫഷണലായി അതിന് ശേഷം ഇപ്പം ഞാനൊക്കെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മാത്സിനോട് കുറച്ച് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് അറിയാവുന്ന ഒരാൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തോട്ടായിരുന്നു. എനിക്കും ആക്ച്വലി ഞാൻ ഈ ജേണിയിലേക്ക് വന്നത് ഞാനൊരു 10th പകുതി ആയപ്പോഴായിരിക്കും. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ അവിനാസ് പറഞ്ഞ പോലെ എനിക്കും മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊരു മിത്താണെന്ന് ഞാൻ പറയുള്ളൂ. മാത്സ് നമ്മൾ ഞാൻ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മാത്സ് അല്ല ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക് വന്നപ്പോൾ കണ്ടത്. ഞാൻ കുറച്ചുകൂടെ എന്തോ ഒരു പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാൻ മാത്സിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കുറച്ചുകൂടെ ഒരു അരിത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ ഒരു നമ്മൾ മാത്സിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എടുക്കേണ്ട ഒരു ഓപ്ഷൻ അല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി. എനിക്കും ഒരു ഇന്റർമീഡിയറ്റ് ലെവലായപ്പോഴേക്കും കാര്യം മനസ്സിലായി. ഒരു തിയറി ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതിൽ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടതെന്നുള്ള തോന്നിയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ CA ജേണി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി, എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഈ ഒരു വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയുടെ ഫൗണ്ടറായി അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന CFO ആയിട്ട് ഉള്ള ഒരു ട്രാൻസിഷൻ ഏത് പോയിന്റിലാണ് എടുക്കുന്നത്, അതിലോട്ടുള്ള ജേണി? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ആക്സിഡൻ്റലി ആണ് ഞാൻ ഈ ഓൺട്രപ്രണർഷിപ്പ് ജേണിയിലേക്ക് വരുന്നത്. കറക്റ്റ് പറഞ്ഞാൽ 2014 CA ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞ് എക്സാം എഴുതാൻ തുടങ്ങി. എഴുതും തോക്കും അങ്ങനെ ഒരു 4 സൈക്കിൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു എക്സാം എന്നുള്ളൊരു ഒറ്റ പോയിന്റിന് ചുറ്റും ഞാനിങ്ങനെ എൻ്റെ ലൈഫ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു ഇത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല, എനിക്ക് ഇതിനകത്തുനിന്ന് ആ സൈക്കിളിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണം. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും നെക്സ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് പാസ്സാണെങ്കിലും ഫെയിലാണെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ ഇനി അടുത്തത് എന്താണെന്നുള്ള ഒരു ഓപ്ഷൻ നോക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് കൂടുതലും എനിക്കൊരു ജോബിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഫേമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആക്സിഡൻ്റലി ആണ് ഞാൻ ഈ ഒരു ജേണിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഓക്കെ. 2015-16 എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇവിടുത്തെ ലീഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ്റെ ഒരു അക്കൗണ്ട്സ് ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുന്നതും അതിൽ നിന്ന് കൺവേർട്ടായി ഒരു ആക്സിഡൻ്റലി വന്ന് ടാക്സ് കൺസൾട്ടൻസിയിലോട്ട് വന്നത്. അതെ. ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ എക്സാം എഴുതുന്നു തോക്കുന്നു ആ ഒരു സൈക്കിള്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൻ്റെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ പറഞ്ഞാൽ ഒരു വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാം എന്നുള്ളൊരു അത്യാവശ്യം ഫിനാൻഷ്യലി ഓക്കെയാണ്. പിന്നെ എനിക്കങ്ങനെ ലയബിലിറ്റീസ് അങ്ങനെ ഒന്നും വരുന്നില്ല, അങ്ങനെ ഒരു പ്രഷറൊന്നും വരുന്നില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അത് ഒരു ഇതായിട്ടുണ്ട്, ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് കണ്ടതും വായിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. അതിലിങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ വേഴ്സ്റ്റ് കേസിൽ അതെന്ത് സംഭവിക്കും എന്ന് ആലോചിക്കുക. അതായത് ഇപ്പം അന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ 50,000 റുപ്പീസാണ് എൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, കയ്യിലുള്ളത്. വേഴ്സ്റ്റ് കേസ് ആ 50,000 എനിക്ക് പോകും. അതിനപ്പുറം എനിക്കൊന്നും സംഭവിക്കാനില്ല. ചിലപ്പോൾ ഒരു 1-2 വർഷവും കൂടെ പോകുമായിരിക്കും. അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ആ റിസ്ക് എടുക്കുക എന്നുള്ള അതിൻ്റെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ അതും ഒരു ഫാക്ടറായെന്ന് വേണം പറയാം. പല ഫാക്ടേഴ്സ് ആണല്ലോ ഒരു ഡിസിഷനിലോട്ട് എത്തുന്നത്. അതെ. പിന്നെ അടുത്ത ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പൊതുവേ പറയപ്പെടുന്നതും ഞാനും പേഴ്സണലി എനിക്ക് കണ്ടിട്ടുള്ളതും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻട്രോവേർട്സ് ആണ് എന്നുള്ള ഒരു തോട്ടുണ്ട് ആൾക്കാർക്ക്. പേഴ്സണലി എന്താണ് അഭിപ്രായം സജിൻ്റെ? പേഴ്സണലി ഇപ്പം അങ്ങനെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എല്ലാത്തിലും ആ ഒരു മിക്സ് തന്നെയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ CA ഇൻട്രോവേർട്സിന് അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രോവേർട്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാത്തിൻ്റെ ഒരു മിക്സ് ഇപ്പം ബാക്കി ഏത് പ്രൊഫഷനോ ഏത് സെഗ്മെൻ്റ് എടുത്താലോ ഉണ്ടാകുന്ന മിക്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലും ഉണ്ടാവും. ഓക്കെ. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനാണ് പൊതുവേ നമ്മൾ കണ്ടന്റ് ക്രിയേഷനിൽ വളരെ ഒരു കുറഞ്ഞ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത്. അതിലോട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനിൽ ഇപ്പം സജിൻ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഫോളോവർ ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടാക്സ് ഫീൽഡിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന എഡ്യൂക്കേഷൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിലോട്ടുള്ള ഒരു ജേണി, എന്തുകൊണ്ട് അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം, മറ്റുള്ളൊരു ചെയ്യാത്തൊരു കാര്യം എന്തുകൊണ്ട് ചെയ്യാൻ ഇറങ്ങി? ഓക്കെ.
അപ്പോൾ അതിനിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഫിനാൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കഷൻ തുടങ്ങിയത് തന്നെ മണി എന്നുള്ളൊരു ടേമിനെ കുറിച്ച് നമ്മുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂൾ കരിക്കുലത്തിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അവിടെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. അതെ. അപ്പോൾ ഈ മണിയുടെ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ഞാൻ കൂടുതലും അഡ്രസ്സ് ചെയ്യുന്നതും കൂടുതൽ പറയുന്നതും കൂടുതലും ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും, ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഐഡിയാസ് ആയിരിക്കും. അല്ലാതെ ഒരു കുറച്ച് ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പോകുന്ന ഐഡിയാസ് അല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാനായിട്ട് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു സജിൻ്റെ ഒരു വീഡിയോ ആണ്, കുറച്ച് എനിക്കൊന്ന് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാറിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് ബിസിനസ്സിൽ എങ്ങനെ, അല്ലെങ്കിൽ കാറിൻ്റെ എക്സ്പെൻസ് എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ. അത് അത്യാവശ്യം വൈറലുമായി. പക്ഷേ അതിൽ കുറച്ച് കമൻസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വളരെ നെഗറ്റീവായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ് ഇത് തെറ്റായ ധാരണ നിങ്ങൾ പരത്തുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരം കണ്ടായിരുന്നു. അതിനെ പറ്റിയോടുള്ള എന്താണ് റെസ്പോൺസ്? അതിൽ ഇപ്പം ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാനത് ഇപ്പം ആ കമൻസ് വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ എൻ്റെ ഭാഗത്ത് ചെറിയൊരു വിട്ടുവീഴ്ച വന്നിട്ടുണ്ട്. അതായത് ഞാനതിൽ പറയുന്നത് എങ്ങനെയാണ്, ചില ബിസിനസ്സുകൾക്ക് GST ഇൻപുട്ട് ക്രെഡിറ്റ്, കാറിൻ്റെ GST ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാം എന്ന് പറയുന്നുണ്ട്. അത് ചില ബിസിനസ്സുകൾക്ക് കാറിൻ്റെ GST ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരുവിധം ബിസിനസ്സുകൾക്ക് ഒന്നും ഇതിൻ്റെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഓക്കെ, ആ ഒരു ഡിഫറൻസ് ആണ്. അത് ഒബ്വിയസ്ലി എനിക്കൊരു ഞാൻ പറഞ്ഞതിൽ ഈ ചില ബിസിനസ്സൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ അത് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ ആൾക്കാരെടുത്ത് അതിനങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻകം ടാക്സ് ആസ്പെക്റ്റിലല്ല, അത് GST ആസ്പെക്റ്റിലാണ് അങ്ങനെ ഒരു നെഗറ്റീവ് വന്നത്. പക്ഷേ ആ വീഡിയോ കംപ്ലീറ്റ്ലി അറൗണ്ട് ഒരു ടാക്സേഷൻ റിലേറ്റഡ്, ഇൻകം ടാക്സ് ഓറിയന്റഡ് ആയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലേ? അതെ. ഈ GST സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അവസാനം ജസ്റ്റ് GST ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ആൾക്കാർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ആ GSTയുടെ ഇതുമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലൂടെ, അതായത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഫ്രീലാൻസറോ ഒരു ബിസിനസ്മാനോ ആയിക്കോട്ടെ, അവർക്ക് എന്തിന് ടാക്സ് അറിയണം? ഒരു കംപ്ലീറ്റ്ലി അവരുടെ ഹെഡേക്ക് ഒരു മറ്റുള്ള ആൾക്കാർക്ക് ഏൽപ്പിച്ചാൽ പോരെ, ഒരു എക്സ്പെർട്ടിനെ ഏൽപ്പിച്ചാൽ പോരെ? വൈ എന്നുള്ളൊരു ചോദ്യത്തിന് എന്താണ്? അങ്ങനെ നമ്മളൊരാളെ ബ്ലൈൻഡായിട്ട് ഇയാളെ നോക്കിക്കോളും, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, ടാക്സ് കൺസൾട്ടൻ്റ് ഉണ്ട്, അവർ കംപ്ലീറ്റ്ലി എന്നെ നോക്കിക്കോളും എന്ന് പറയുന്നത് അത് ഒരു എന്ത് പറയുന്ന ഒരു ലോജിക്കലായിട്ടുള്ള ഒരാൾക്ക് ചേർന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒരു ബിസിനസ്മാൻ ആയാലും എനിക്ക് തോന്നുന്നു ഒരു ബേസിക് അവയർനെസ് ഉണ്ടാവണം. ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോ പ്രൊവിഷൻസോ ക്ലോസസോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതല്ല വേണ്ടത്. പക്ഷേ ബേസിക് ആയിട്ട് ഇന്ന കാര്യം ഇതിലുണ്ട്, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടായി അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അത് പതുക്കെ അതിൽ വർക്ക് ചെയ്ത് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, ബിസിനസ്സിൽ നല്ലതാണ്. പിന്നെ ഈ ഇടയ്ക്ക് കണ്ട ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വൈറലാവുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ് ഈ ബിസിനസ് അല്ലെങ്കിൽ ടാക്സ് നമ്മൾ പ്ലാൻ ചെയ്യാനോ ഇവേഷൻ ചെയ്യാനോ കുറയ്ക്കാൻ ഈ ട്രസ്റ്റ് പോലത്തുള്ള ഫോർമേഷന് നല്ലതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ നമുക്ക് പല ടാക്സ് കുറയ്ക്കാനുള്ള വഴികളുണ്ടെന്നും, ഇലക്ടോറൽ ബോണ്ട് ഇടയ്ക്ക് ഒരു വിവാദമായ ഒരു ടോപ്പിക്കാണ്. അതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു എന്താണ് കമൻറ്റ്? അത് കൂടുതലും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഡൊണേഷൻസും ട്രസ്റ്റിലേക്കുള്ള ഡൊണേഷൻസും വഴി ടാക്സ് ഇവേഷൻ ചെയ്യുന്നതുണ്ട്, കേസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ അതൊക്കെ കൂടുതലും അപ്രോച്ചബിൾ ആവുന്നത് ഒരു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കുറച്ച് സമൂഹത്തിൽ തന്നെ കുറച്ചൊരു അപ്പർ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ഉള്ള ആൾക്കാർക്കായിരിക്കും. അല്ലാതെ സാധാരണക്കാർക്ക് ഈ പറഞ്ഞ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി ഡൊണേഷൻ ആ ഓപ്ഷൻസൊക്കെ യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും. അതെ. അപ്പോൾ ഈ പറഞ്ഞ് നമുക്കൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ പബ്ലിക്കിന് അധികം യൂസ് ഇല്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം അല്ലേ? അതെ, ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ നേരത്തെ പറഞ്ഞൊരു
കാറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് തന്നെ ഞാൻ ചോദിക്കാം. ഈ കാർ ഇപ്പം നമ്മൾ ഫിലിം സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു HNI ക്ലയൻസ് ആയിക്കോട്ടെ, ലൈക്ക് HNI ആൾക്കാരായിക്കോട്ടെ, അവരെല്ലാം കാശുണ്ടെങ്കിലും ലോണായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു എന്താണ് റീസൺ? ഇപ്പോൾ നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ അംബാനിയുടെ കേസ്. അംബാനി അങ്ങനെ ഒരു കാറ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പേഴ്സണൽ നെയിമിലായിരിക്കില്ല. റിലയൻസ് എന്ന കമ്പനിയുടെ പേരിലായിരിക്കും കാർ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിപ്രീസിയേഷൻ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. രണ്ടാമത് ഈ കാറിൻ്റെ ലോൺ ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാറിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ബിസിനസ് എക്സ്പെൻസ് ആക്കാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണക്കാരൻ കാർ മേടിക്കുന്നേക്കാളും മേ ബി ഒരു 20 to 30% ഒരു ഡിസ്കൗണ്ടിൽ ഇങ്ങനെ ബിസിനസ്സിൽ ത്രൂ ചെയ്താൽ കിട്ടും. പക്ഷേ ഇത് ബിസിനസ്സിൻ്റെ പർപ്പസിനായിരിക്കണം യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. അപ്പോഴേ അവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ള ഒരു 90% ബിസിനസ്സുകാരും ഇപ്പോൾ കാറ് യൂസ് ചെയ്യുന്നത് അവർക്ക് ബിസിനസ് മീറ്റിംഗ്സിന് പോകാനും അതിന് വേണ്ടിയിട്ടായിരിക്കും, ബിസിനസ് പർപ്പസിന് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലാതെ പേഴ്സണൽ പർപ്പസിന് അങ്ങനെ യൂസേജ് മേ ബി ഒരു 10% അതിൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്ത് ടാക്സിൽ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ അംബാനിയുടെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അംബാനിയുടെ നമുക്ക് എല്ലാവർക്കും കണ്ട ഒരു കാര്യമാണ്, ഒരു എത്രയോ നാളത്തേക്ക് നീണ്ടു നിന്ന കല്യാണമാണ് നടത്തിയത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ടാക്സ് പ്ലാനിങ് നടന്നിട്ടുണ്ടോ? ഗിഫ്റ്റുകൾ ഉൾപ്പെടെ 100 കോടിക്ക്, ലൈക്ക് ഹെലികോപ്റ്റേഴ്സ്, അങ്ങനെ പല പ്രമുഖ ആൾക്കാരും പല രീതിയിലാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ അവിടെ ഒരു ടാക്സിൻ്റെ കളികൾ നടന്നിട്ടുണ്ടോ? അത് ടാക്സ് പ്ലാനിങ് അല്ലെങ്കിൽ അതെ, ടാക്സ് പ്ലാനിങ് നടക്കാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻകം ടാക്സിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു റൂളാണ്, മാരേജിൻ്റെ സമയത്ത് കിട്ടുന്ന ഗിഫ്റ്റ് ടാക്സബിൾ അല്ല. അപ്പോൾ അവിടെ അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്, ഇല്ലയെന്ന് പറയത്തില്ല. ഞാനതിനെ വേറൊരു ആംഗിളിൽ നിന്നാണ് കാണുന്നത്, ടാക്സ് ആംഗിളിൽ നിന്നല്ലാതെ. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നു, അംബാനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം 9 ലക്ഷം കോടിയാണ്. അതിൽ ഈ കല്യാണത്തിന് വേണ്ടി ചിലവാകുന്നത് എനിക്ക് തോന്നുന്നു 5,000 crores ആണെന്ന് തോന്നുന്നു. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അംബാനിയുടെ നെറ്റ്വർത്തിൻ്റെ 0.1% പോലും ആ കല്യാണത്തിന് വേണ്ടി ചിലവാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണോ നമ്മൾ പൊതുവേ ഇവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്, അതാണ് എന്നെ ക്യൂരിയസ് ആക്കിയത്. ആ ഒരു പോയിന്റാണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു നെഗറ്റീവായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത്രയും കാശ് എന്തിനു മുടക്കണം. അത് എൻ്റെ ഓഫ് ദ ഡേ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ, അതിൽ ഞാനും ഉൾപ്പെടും, എത്ര നെറ്റ്വർത്തിന്റെ എത്ര ശതമാനം, ചിലപ്പോൾ 2% ഒക്കെ ആയിരിക്കും കല്യാണത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതെ, പക്ഷേ ഇത് ഒരു 0.1 അല്ലെങ്കിൽ 1% താഴെയാണ് പുള്ളിക്കാരൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിലുപരി ഈ 5,000 എനിക്ക് ഒന്ന് മുടക്കിയിരുന്നാലും ഈ പറഞ്ഞ ടാക്സ് പ്ലാനിങ്, ടാക്സ് വഴിയുള്ള ബെനിഫിറ്റ്സ് മേ ബി അതിനേക്കാളും കൂടുതലായിരിക്കും, അതിനെക്കാട്ടും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. അതെ. ഓക്കെ, പിന്നെ നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വെൽത്ത് മാനേജ്മെന്റ് നിൽക്കുന്നതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും NRIs റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് താമസിക്കുന്ന NRIs ആയിട്ടുള്ളവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ടാക്സ് ബെനിഫിറ്റ് അവർക്കുണ്ടോ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം എന്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പം NRIs കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം, മേ ബി മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ഏപ്രിലിൽ ഒരു കേസ് ലോ വന്നിട്ടുണ്ടായിരുന്നു. കേസ് ലോ എന്ന് പറയുമ്പോഴും അതൊരു ട്രിബ്യൂണൽ ഡിസിഷനാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ്, പുറത്തുള്ള NRIs, ഇതിപ്പോൾ വന്ന കേസ് എന്ന് പറയുന്നത് ഒരു സിംഗപ്പൂർ NRIയുടെ കേസിലാണ് വന്നേക്കുന്നത്. ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ടിന് ഇന്ത്യയിൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളിങ് മുംബൈ IT ട്രിബ്യൂണൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് മേ ബി NRIസിന് അവരുടെ ഏത് കൺട്രി ഓഫ് റെസിഡൻസ് അനുസരിച്ച് മേ ബി അത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ചെക്ക് ചെയ്ത് നോക്കി അവൈലബിൾ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അപ്പോഴും ഈ ട്രിബ്യൂണൽ ഡിസിഷനാണ്, അതൊരു ഹൈക്കോർട്ട് ഡിസിഷനോ സുപ്രീം കോർട്ടോ ഡിസിഷനോ അല്ല, അങ്ങനെ ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ അല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പൊതുവേ നമ്മുടെ ചുറ്റും കാണുന്ന ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുന്നത് സെയിൽസ് സപ്രസ് ചെയ്ത് അത് മാറ്റി വെച്ചായിരിക്കും കാണിക്കുന്നത്. അത് ആക്ച്വലി എത്രത്തോളം അവർക്ക് ഉപയോഗപ്പെടുന്നതാണോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്? ലീഗലി ടാക്സ് സേവ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്
യൂസ് ചെയ്യാതെ നമ്മൾ ഈ ഇവേഷൻ, ഇതിപ്പം പറയുന്നത് ടാക്സ് ഇവേഷൻ്റെ പർവിയിലേക്ക് പോകും. അത് കൂടുതൽ നമുക്ക് തലവേദനകൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പോൾ ബെറ്റർ ലീഗലായിട്ടുള്ള ടാക്സ് പ്ലാനിങ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് തന്നെയല്ലേ നോക്കേണ്ടത്. അല്ലാതെ ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ലോങ് ടേമിൽ നിലനിൽക്കില്ല, എന്നായാലും ഒരു പിടി വീഴാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അതെ, ആഫ്റ്റർ ഓൾ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ആണല്ലോ വേണ്ടത്, അതിനാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ട് നമ്മൾ കാശുണ്ടാക്കിയിട്ട് എന്തോന്നാണ് കാര്യം? അതെ അതെ. പിന്നെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ചോദ്യമാണ് ക്രിപ്റ്റോ ട്രേഡേഴ്സിന് ടാക്സബിലിറ്റിയുടെ കാര്യങ്ങൾ. അതായത് അവിടെ ഒരു ഗ്രേ ഏരിയയാണ് ആക്ച്വലി. അവർക്ക് എന്താണ് ഒരു പൊതുവെ ആരും അങ്ങനെ പറയാറില്ല, ക്രിപ്റ്റോ ട്രേഡേഴ്സിനുള്ള ഒരു ടാക്സ് ടിപ്പ് എന്തായിരിക്കും? ബേസിക്കലി ക്രിപ്റ്റോ എന്ന് പറയുന്നത് കൂടുതലും ഗവൺമെൻറ് അങ്ങനെ എൻകറേജ് ചെയ്യാത്ത ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ കൊണ്ടുവന്ന് 30% ടാക്സ് ചെയ്യുന്നതും പിന്നെ അതിന് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റാത്തതും. അതുപോലെ പ്രത്യേകിച്ച് ലോസ് സെറ്റ് ഓഫ് ചെയ്തുവിടാന്നുള്ള ഒരു അതെ. അപ്പോൾ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഫൈനലായിട്ടുള്ള ഒരു റൂളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ക്രിപ്റ്റോയുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതുവഴി എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാനും അതുപോലെ തന്നെ 44AD അങ്ങനെയുള്ള പ്രിസംറ്റീവ് സ്കീംസിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ക്രിപ്റ്റോ ട്രേഡേഴ്സ് F&Oയിൽ രീതി ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് ചെയ്യാതെ ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇപ്പം സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാർക്കോ ഒരു ഫ്രീലാൻസറിനോ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റുന്ന ഒരു പ്രധാന ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? സ്മോൾ ബിസിനസ്സുകൾക്കും ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനും വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് ഈ പ്രിസംറ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അതൊരു ഓപ്ഷനാണ്. പിന്നെ എപ്പോഴും മാക്സിമം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി നമ്മുടെ ബിസിനസ്സും അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കാൻ നോക്കുക. അത് വെച്ചിട്ട് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അവസാനം റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മേ ബി അതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടാം, ബെറ്റർ ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതൊരു പോസ്റ്റ്മോർട്ടം പോലെയാണ് ടാക്സേഷൻ പലരും നോക്കുന്നത്. അതായത് ഒരു വർഷത്തെ ബിസിനസ് എല്ലാം കഴിഞ്ഞു, അതിൻ്റെ റിട്ടേൺ ഫയലിങ്ങിൻ്റെ സമയമാകുമ്പോഴാണ് നമുക്ക് ഈ ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതിനേക്കാളും ഒന്ന് പ്രൊവാക്റ്റീവായിട്ട് ആദ്യമേ അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ പ്ലാൻ ചെയ്ത് ടാക്സ് പ്ലാനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ബെനിഫിഷ്യൽ ആക്കാൻ പറ്റും. ഓക്കെ. ഈ ചെറുകിട ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും? കൂടുതലും നമുക്കിപ്പം എക്സ്പെൻസ് വരുന്നത് ബിസിനസ്സും പേഴ്സണലും ചില എക്സ്പെൻസുകൾ നമുക്കിപ്പം പേഴ്സണൽ നേച്ചറിലുള്ളതായിരിക്കും. പക്ഷേ അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മൊബൈൽ മേടിക്കുന്നത്, ലാപ്ടോപ്പ് മേടിക്കുന്നത്, അതൊക്കെ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നേരത്തെ കാറിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ബിസിനസ്സിൽ ക്ലെയിം ചെയ്യാം. പിന്നെ ട്രാവൽ എക്സ്പെൻസസ്, മീറ്റിങ്ങിന് പോകുന്നത്, പിന്നെ ഫുഡ് എക്സ്പെൻസസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിന് പോകുമ്പോഴോ ഒക്കെ ഉള്ള അതിൻ്റെയൊക്കെ എക്സ്പെൻസ് നമുക്ക് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാം. പിന്നെ ഇങ്ങനെയുള്ള ഒരു തലവേദന എടുക്കാതെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പ്രിസംറ്റീവ് ബേസിസ് ഓഫ് ടാക്സേഷൻ ഉണ്ട്, ചെറിയ ലെവൽ ഓഫ് ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ എന്നുള്ളത് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യാം. ഇപ്പം ആ കൂടുതലും കേസിൽ ഈ പ്രിസംറ്റീവ് ത്രെഷോൾഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എക്സ്പെൻസ് ക്ലെയിം ചെയ്ത് ടാക്സ് കുറയ്ക്കുന്ന ആ ഒരു പോയിന്റിലേക്കൊക്കെ പോകേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഇപ്പോൾ 2 കോടി വരെ ടേൺ ഓവർ ഉള്ളവർക്കും ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമല്ലോ. നമുക്ക് ഈ പ്രിസംറ്റീവ് ബേസിസ് ടാക്സേഷൻ വെച്ചിട്ട് അത് ക്ലെയിം ചെയ്യാം. അപ്പോൾ അതും ക്രോസ് ചെയ്തൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാം എന്നുള്ളതൊരു കേസേ ഉള്ളൂ. ഈ പെർസെൻറ്റീവ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഏതൊക്കെ പ്രൊഫഷൻ വരും? ഏതൊക്കെ ബിസിനസ്സുകാർക്കെല്ലാം പറ്റും? അതോ പ്രൊഫഷനാണോ? ബിസിനസ്സുകാർക്കും പറ്റും, പ്രൊഫഷണൽസിന് ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫഷൻസ് ഉണ്ട്. കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഫഷൻസ്? ഡോക്ടേഴ്സിന് ക്ലെയിം ചെയ്യാം, ലോയേഴ്സിന് ക്ലെയിം ചെയ്യാം, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഫിലിം ഫീൽഡിലുള്ളവർക്ക്, ഫിലിം ആർട്ടിസ്റ്റ് ആവാം, ഡയറക്ടർ ആവാം, പിന്നെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ്, അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്ക്
അങ്ങനെ കോമൺ ആയിട്ട് ഇത്രയും കേസസ് ഒക്കെയാണ് വരുന്നത്. അതെ. പിന്നെ ഞാൻ ഈ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമുക്കിപ്പം ട്രേഡേഴ്സിന്റെ ആസ്പെക്റ്റിലായാലും ലൈക്ക് നമുക്ക് ബിസിനസ് പ്രോഫിറ്റിലാണെങ്കിൽ ബിസിനസ് എക്സ്പെൻസ് ആക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സാലറി കാണിക്കാം, അങ്ങനെ നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ഒരു അങ്ങനെ നമുക്ക് കുറച്ച് ഗ്രേ ഏരിയ ആണ്. അങ്ങനെ നമുക്ക് ടാക്സ് ഇവേഷന്റെ ഒരു ആംഗിളിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു കേസാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിന് വേണ്ടി അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പം റെന്റ് നമ്മുടെ ഫാദറിൻ്റെ ഒക്കെ പേരിലുള്ള സ്ഥലമാണ് നമ്മൾ റെന്റിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെന്റ് കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ അവിടെയും നമ്മളൊരു ടാക്സ് ഇവേഷൻ എന്നുള്ളൊരു പോയിന്റിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായി. ജസ്റ്റ് ഒന്നും ചെയ്യാതെ ബിസിനസ്സിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ സാലറി കാണിച്ചാൽ അത് എന്തെങ്കിലും പിന്നീട് ഫർദർ സ്ക്രൂട്ടണീസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്യൂസ് വരും. ഓക്കെ, സോ ഇനി എന്താണ് ഫ്യൂച്ചർ കാണുന്നത്? ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനിയുടെ കോ ഫൗണ്ടറാണ്, അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഒരു 10 yearsോ 5 years 10 years ഗ്യാപ്പിൽ സജിൻ്റെ വിഷനിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഇപ്പോൾ ഞങ്ങളിപ്പം ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് വെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വെർട്ടിക്കിൾസും നമ്മളിപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി എൻ്റെ ഒരു പേഴ്സണൽ വിഷൻ എന്ന് പറയുന്നത് ആൾക്കാരെ കൂടുതൽ ഒരു ഫിനാൻഷ്യലി എംപവേർഡ് ആക്കുക, കൂടുതൽ ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അതിലേക്കൊക്കെ കൊണ്ടുവരിക. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ടാക്സിനെ കുറിച്ച് കൂടുതൽ അറ്റ്ലീസ്റ്റ് ബേസിക് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. ഇതിലേക്കൊക്കെ നമ്മുടെ കോമൺ പബ്ലിക്കിനെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ് എനിക്ക് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്മാർട്ട് മണി ഷോയിലേക്ക് പങ്കെടുത്തതിന് നന്ദിയുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് കൂടുതൽ ടാക്സിൻ്റെ ടിപ്സും അവയർനെസ്സൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കൂടാം. എനിക്കിങ്ങനെ ഒരു വേദി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ജോയിനിങ്. ഞാൻ എന്ത് പറയണം? അല്ല, ഓക്കെ, വിളിച്ചതിന് നന്ദിന്ന്. ഓക്കെ, എന്ത് പറയും? അപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ സ്മാർട്ട് മണി ഷോയിലേക്ക് വന്നതിന് താങ്ക് യു. സോ എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് ശരിയാക്കി തന്നതിന് എനിക്ക്. പിന്നെ ഈ പറഞ്ഞ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്ന പൊതുവെ ബേസിക് ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു ബിസിനസ്സുകാർക്കോ ഫ്രീലാൻസർ ചെയ്യുന്ന ആൾക്കോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടാക്സ് ടിപ്സ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ചോദിക്കണില്ലേ? അല്ല, എക്സ്പെൻസ് കേൾക്കട്ടെ. അല്ല, എക്സ്പെൻസ് എന്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എക്സ്പെൻസ് ഒരുമാതിരി ലാലേട്ടം കളിക്കരുത്, കൃത്യമായിട്ട് ആൻസർ പറയണം.